നമസ്കാരം. പ്രധാന വാർത്തകൾ. ക്ഷേത്ര ദർശനത്തിന് പോയ മലയാളികളുടെ വാഹനത്തിലേക്ക് ലോറി ഇടിച്ചു കയറി 7 പേർക്ക് പരിക്ക്. കർണാടക കുന്താപുരയ്ക്കടുത്ത് മലയാളികൾ സഞ്ചരിച്ച കാറിലേക്ക് ലോറി ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ 7 പേർക്ക് പരിക്ക്. ക്ഷേത്ര ദർശനത്തിന് പോയ കണ്ണൂർ പയ്യന്നൂർ സ്വദേശികളുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഗുരുതരമായി പരിക്കേറ്റ 3 പേരെ മണിപ്പാലിലെ കസ്തൂർബ മെഡിക്കൽ കോളേജിലും മറ്റുള്ളവരെ കുന്താപുരയിലെ സ്വകാര്യ ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചത്. കളമശ്ശേരിയിൽ ടാങ്കർ ലോറി മറിഞ്ഞു, വാതക ചോർച്ച. എറണാകുളം കളമശ്ശേരിയിൽ മീഡിയനിലിടിച്ച് ടാങ്കർ ലോറി മറിഞ്ഞതിനെ തുടർന്ന് വാതക ചോർച്ച. നേരിയ തോതിലുള്ള ചോർച്ചയായിരുന്നുവെങ്കിലും ഇത് ആശങ്ക സൃഷ്ടിച്ചു. ഒടുവിൽ 6 മണിക്കൂറുകൾക്ക് ശേഷം ഇന്ന് പുലർച്ചെയോടെ ടാങ്കറിന്റെ ചോർച്ച പരിഹരിച്ചു. അപകടത്തിൽപ്പെട്ട ബുള്ളറ്റ് ടാങ്കർ മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് ഉയർത്താൻ കഴിഞ്ഞത്. ക്രെയിൻ ഉപയോഗിച്ചാണ് ടാങ്കർ അപകട സ്ഥലത്തു നിന്നും മാറ്റിയത്. ഫയർഫോഴ്സും പോലീസും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. ഹരിപ്പാട് വീട്ടിൽ കയറി യുവാവിനെ കൊല്ലാൻ ശ്രമം. 2 മാസങ്ങൾക്ക് ശേഷം മുഖ്യപ്രതി പിടിയിൽ. ആലപ്പുഴയിൽ തിരുവോണത്തലേന്ന് BJP ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒളിവിലായിരുന്ന മുഖ്യപ്രതി പിടിയിൽ. 2 മാസങ്ങൾക്ക് ശേഷമാണ് പ്രതി പിടിയിലാകുന്നത്. ചിങ്ങോലി പ്രസാദ് ഭവനത്തിൽ പ്രവീണിനെയാണ് കരിയിലക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തത്. ചേപ്പാട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നാണ് പ്രതി പിടിയിലായത്. സംഭവത്തിൽ 8 പേർക്കെതിരെയാണ് കരിയിലക്കുളങ്ങര പോലീസ് കേസെടുത്തത്. തിരുവോണത്തലേന്ന് രാത്രി 10:30 ചിങ്ങോലി അനിതാഭവനിൽ അർജുനെയാണ് അക്രമി സംഘം വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. സ്ത്രീയെ കടന്നുപിടിച്ച കേസിൽ അറസ്റ്റിൽ. കസ്റ്റഡിയിലിരിക്കെ വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച പ്രതി. പോലീസ് കസ്റ്റഡിയിലുണ്ടായിരുന്ന പുതുശ്ശേരി ഭാഗം സ്വദേശിയായ ഹരീഷാണ് വിഷം കഴിച്ചത്. അടൂർ ഏനാത്താണ് സംഭവത്തെ തുടർന്ന് പ്രതിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കസ്റ്റഡിയിലെടുത്ത ശേഷം വൈദ്യപരിശോധനയ്ക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് കയ്യിൽ കരുതിയിരുന്ന വിഷം പ്രതി കഴിച്ചത്. സ്ത്രീയെ കടന്നുപിടിക്കുകയും വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തുവെന്ന കേസിലാണ് ഹരീഷിനെ ഇന്നലെ രാത്രി കസ്റ്റഡിയിലെടുത്തത്. അയ്യപ്പ ഭക്തരുടെ വാഹനവും ബൈക്കും കൂട്ടിയിടിച്ച അപകടം. പോലീസ് ഉദ്യോഗസ്ഥന് ദാരുണാന്ത്യം. ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ചു. തിരുവനന്തപുരം കാഞ്ഞിരംകുളം സ്വദേശി ശ്രീജിത്താണ് മരിച്ചത്. തിരുവല്ലം പോലീസ് സ്റ്റേഷനിലെ CPO ആണ്. ജോലി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ ശ്രീജിത്തിന്റെ ബൈക്ക് അയ്യപ്പന്മാർ സഞ്ചരിച്ച കാറുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം. മൃതദേഹം ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും.